ഡിയർ ഓൾ, നമുക്ക് ദ ബോയ് ഹൂ ഹാർനസ് ദ വിൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള ആ മൂവിയുടെ ജസ്റ്റ് ആ പ്ലോട്ട് ലൈൻ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഇതിലെ മെയിൻ ക്യാരക്ടർ വരുന്നത് വില്യമാണ്. ആൻഡ് ഹി ഗ്രോസ് അപ്പ് ഇൻ മാസിത്താല വില്ലേജ് ഔട്ട്സൈഡ് ഓഫ് കസുങ്കു, മലാവി. അപ്പോൾ മലാവിയിലെ ഒരു വില്ലേജിലാണ് വില്യം ജീവിക്കുന്നത്. ഹിസ് ഫാമിലി ലീവ്സ് ഓൺ എ ഫാം വെർ ദേ ഗ്രോ മെയ്സ് ആൻഡ് ടൊബാക്കോ. അപ്പോൾ അവരുടെ ഫാമിലിയുടെ മെയിൻ ഒക്യുപ്പേഷൻ എന്ന് പറയുന്നത് കൃഷിയാണ്, കൾട്ടിവേഷനാണ്. അവർക്കൊരു ഫാമുണ്ട്, അവർ ജീവിക്കുന്ന ഫാമിലാണ്. അവർ മെയ്സും ടൊബാക്കോ ഒക്കെയാണ് അവരെന്ത് ചെയ്യുന്നത്, കൾച്ചർ ചെയ്യുന്നത്. Like 98% of the rest of Malawi, the family does not have electricity. William describes how the region where he lives has a strong connection to magic. He has grown up fearing witch doctors and curses. ഇനി ആ നാടിൻ്റെ പ്രത്യേകത പറയുകയാണ്. അവിടെ ഏകദേശം 98% ഫാമിലിക്ക് ഇലക്ട്രിസിറ്റി ആക്സസ് ഇല്ല. പ്ലസ് അവിടുത്തെ റീജിയൻ്റെ വേറൊരു പ്രത്യേകത, അവിടുത്തെ ആളുകൾ കുറച്ചും കൂടി മാജിക്കിലൊക്കെ ബിലീവ് ചെയ്യുന്ന ആളുകളാണ്. എസ്പെഷ്യലി ഈ വിച്ച് ക്രാഫ്റ്റ്, അതായത് ബ്ലാക്ക് മാജിക്കും അതുപോലെ ശാപം അങ്ങനത്തെ സംഭവങ്ങളിലൊക്കെ ബിലീവ് ചെയ്യുന്ന കുറച്ച് സൂപ്പർസ്റ്റീഷ്യസ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി. ഇത് നമ്മൾ മനസ്സിലാക്കണം. അവരുടെ ഏരിയ ഒട്ടും ഡെവലപ്ഡ് അല്ല. നിങ്ങൾ ആ മൂവി എന്ന് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടാവും. ഇനി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് വില്യത്തിൻ്റെ ഫാദറാണ്. വില്യത്തിൻ്റെ ഫാദർ എന്ന് പറയുന്നത് ഹിസ് നെയിം ഇസ് ട്രൈവൽ. ഹി വാസ് വൺസ് എ ട്രാവലിംഗ് ട്രേഡർ. അതായത് ഒരു കാലത്ത് ആളെന്താണ്, ട്രാവലിംഗ് ട്രേഡറാണ് എന്ന് പറഞ്ഞാൽ യാത്ര ചെയ്തിട്ട് വ്യാപാരം നടത്തുന്ന ആൾ. ബട്ട് ഇവഞ്ച്വലി ഹി സെറ്റിൽ ഡൗൺ ടു ബിക്കം എ ഫാമർ. പിന്നീട് ആ ജോലി ഉപേക്ഷിച്ച് ആളൊരു ഫാർമറായിട്ട് ആൾ സെറ്റിൽ ചെയ്യാണ്. ഈ ഫാമിൽ ജോലി എടുക്കുക എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് വെരി ഡിഫിക്കൾട്ട്. ബട്ട് ഇറ്റ് കീപ്സ് ദ ഫാമിലി ഫെഡ് ആൻഡ് ക്ലോത്ത്. പക്ഷേ ഉടുക്കാൻ വസ്ത്രവും അതേപോലെ തന്നെ കഴിക്കാൻ ഭക്ഷണവും അവർക്ക് അവൈലബിൾ ആയിട്ടുള്ളത്, അല്ലെങ്കിൽ അത് കിട്ടുന്നത് ഈ ഒരു ഫാമിങ്ങിലൂടെയാണ്. അതുകൊണ്ട് തന്നെ അവർ ഫാമിംഗ് കണ്ടിന്യൂ ചെയ്യാണ്. പക്ഷേ ഫാമിംഗ് അവിടെ തുടർന്ന് കൊണ്ടുപോകുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു വലിയൊരു ടാസ്ക്കാണ്. വില്യത്തിന് 2 ക്ലോസ് ഫ്രണ്ട്സാണുള്ളത്. ദേവർ ജെഫ്രി ആൻഡ് ഗിൽബർട്ട്. ഈ ജെഫ്രി എന്ന് പറയുന്നത് അവൻ്റെ കസിൻ തന്നെയാണ്. വെറാസ് ഗിൽബർട്ട് എന്ന് പറയുന്നത് ഹു ഇസ് ദ സൺ ഓഫ് ദ വില്ലേജ് ചീഫ്. അതായത് വില്ലേജിൽ ഈ ഹെഡ് ഉണ്ടാവില്ലേ, ആളുടെ മകനാണ് ആര്, ഗിൽബർട്ട്. അപ്പോൾ ഇവർ 2 പേരാണ് നമ്മുടെ വില്യത്തിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ്. വളരെ ഏർലി ഏജിൽ തന്നെ വില്യത്തിൻ്റെ സ്വഭാവം അനുസരിച്ച് ഹി വാസ് വെരി ക്യൂരിയസ് ആൻഡ് ഓൾസോ ഇൻ്റലിജൻറ്റ്. ആ സിനിമയിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും വില്യം വളരെ ഇൻ്റലിജൻ്റ് ആണ്, കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി. അതേപോലെ തന്നെ വളരെ സ്കിൽഫുൾ ആയിട്ടുള്ളൊരു കുട്ടിയാണ് വില്യം. അപ്പോൾ അതിൽ ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്, ഇവർ ഹണ്ടിങ്ങിനൊക്കെ പോകുന്നുണ്ട് ബേർഡ്സിനെ. ആ സമയത്ത് വില്യം എന്ത് ചെയ്യുന്നുണ്ട്, ഹി ഹാസ് ക്രിയേറ്റഡ് എ യുണീക്ക് ട്രാപ്പ്. അതായത് ബേർഡ്സിനെ പിടിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രത്യേക ടൈപ്പ് ഓഫ് ട്രാപ്പ് എന്ത് ചെയ്യുന്നു, വില്യം ഡിവൈസ് ചെയ്യുന്നു. അതിലൂടെ നമ്മൾ ഒരു തവണ ഹണ്ട് ചെയ്യുമ്പോൾ നമുക്ക് വളരെ ലിമിറ്റഡ് നമ്പർ ഓഫ് ബേർഡ്സിനല്ലേ കില്ല് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ വില്യം ഡിവൈസ് ചെയ്തിട്ടുള്ള യുണീക്ക് ട്രാപ്പ് ഉപയോഗിച്ചിട്ട് അറ്റ് എ ടൈം എന്തായി, ഒന്നിൽ കൂടുതൽ അല്ലെങ്കിൽ ഒരുപാട് ബേർഡ്സിന് അറ്റ് എ ടൈം കൊല്ലാൻ പറ്റുന്ന ഒരു ട്രാപ്പ് അവൻ ഡിവൈസ് ചെയ്തു. ഇതൊക്കെ കാണിക്കുന്നത് അവൻ എത്രത്തോളം കഴിവുള്ളൊരു കുട്ടിയാണ് എന്നുള്ളത് കാണിക്കാനാണ്. ഇനി പറയുന്നത് വില്യം മെച്യൂർഡ് ആയിട്ടാണ്. വില്യം കുറച്ചും കൂടി വളർന്നു. അതേപോലെ തന്നെ ഹീ ആൻഡ് ജെഫ്രി ബിക്കം ഇൻട്രസ്റ്റഡ് ഇൻ ഹൗ റേഡിയോസ് വർക്ക്. അവനും അവൻ്റെ ഫ്രണ്ടായിട്ടുള്ള, അതായത് കസിൻ കൂടിയായിട്ടുള്ള ജെഫ്രിക്ക് ഇപ്പോൾ കൂടുതൽ താല്പര്യം റേഡിയോനെ പറ്റി കൂടുതൽ അറിയാനാണ്. അവർ റേഡിയോ എടുത്ത് അത് ഡിസ്അസംബിൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് തുറന്ന് അതിൻ്റെ ഇൻറ്റേർണലി അതെങ്ങനെ ഫങ്ഷൻ ചെയ്യുന്നു, അതിനുള്ളിൽ ഇൻറ്റേർണൽ പാർട്സ് ഏതൊക്കെയാണെന്നുള്ളതൊക്കെ അവർ ചെക്ക് ചെയ്ത് പഠിക്കാൻ തുടങ്ങി. വളരെ വൈകാതെ വില്യം ആൻഡ് ജെഫ്രി ബിക്കം സോ നോളേജബിൾ. അവർക്ക് ഈ കാര്യത്തിൽ കൂടുതൽ അറിവ് കിട്ടി. അതായത് റേഡിയോ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നുള്ള, അതിൻ്റെ ഇൻറ്റേർണൽ പാർട്സ് എങ്ങനെയാണ്, കാര്യങ്ങളെല്ലാം അവർ പഠിച്ചു. അങ്ങനെ പതിയെ ദേ ക്യാൻ ഫിക്സ് റേഡിയോസ് ഫോർ അതർ പീപ്പിൾ. മറ്റുള്ളവർക്ക് റേഡിയോ ഫിക്സ് ചെയ്ത് കൊടുക്കുന്ന, റിപ്പയർ ചെയ്ത് കൊടുക്കുന്ന ഒരു ജോലിയായി അതിനെ മാറ്റി. വില്യം ബിക്കംസ് ഇൻട്രസ്റ്റഡ് ഇൻ ബൈസിക്കിൾ ലൈറ്റ്സ് ദാറ്റ് വർക്ക് ഓഫ് എ ഡൈനാമോ ദാറ്റ് ടേൺസ് അഗെയിൻസ്റ്റ് ദ വിൽ. അങ്ങനെ അവൻ്റെ അടുത്ത പരീക്ഷണം ബൈസിക്കിൾ ലൈറ്റ്സിലാണ്. അപ്പോൾ ഇതിലൂടെ എല്ലാം എന്താണ്, വില്യം വളരെ സ്കിൽഫുള്ളും അതേപോലെ തന്നെ ഇത്തരത്തിലുള്ള കാര്യത്തിൽ ഭയങ്കര ക്യൂരിയസും ആണ് എന്നുള്ളത് കാണിക്കുന്നത്. അതുമാത്രമല്ല അവൻ്റെ എല്ലാ ഇവൻസിലും ഹി വാസ് വെരി സക്സസ്ഫുൾ. നെക്സ്റ്റ്, ഇൻ ഡിസംബർ ഓഫ് 2000, അതായത് 2000 ഒരു പ്രശ്നം ഉണ്ടാവുകയാണ്. അതായത് നമ്മുടെ മലാവിയിൽ വലിയൊരു ഫ്ലഡ് ബാധിക്കുകയാണ്. ഫ്ലഡ് എന്ന് പറയുന്നത് നാച്ചുറൽ ഡിസാസ്റ്റർ വഴിയാണ് ഫ്ലഡ്. ഈ ഫ്ലഡിൻ്റെ ഭാഗമായിട്ട് പിന്നീട് വന്നത് വളരെ പ്രൊലോങ്ഡ് എന്ന് പറഞ്ഞാൽ ഒരുപാട് കാലം നീണ്ടു നിന്നിട്ടുള്ള ഒരു ഡ്രോട്ടാണ്, വരൾച്ചയാണ്. ഈ വരൾച്ച വന്നതോടുകൂടി നമുക്കറിയാലോ കൃഷി പിന്നീട് പോസിബിൾ അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ വൈഡ് സ്പ്രെഡ് ഫെമിൻ എന്ന് പറഞ്ഞാൽ ക്ഷാമം അവരെ ബാധിക്കുകയാണ്. ഗവൺമെൻറ് ആകട്ടെ ഭയങ്കര അഴിമതി നിറഞ്ഞ ഗവൺമെൻറ്റാണ്. അവർ ഈ സമയത്ത് നമുക്കറിയാലോ ഏറ്റവും കൂടുതൽ ജനങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യേണ്ട ഗവൺമെൻറ് തന്നെ ഈ ഗ്രെയിൻസ് എല്ലാം, ഇവർക്ക് കൊടുക്കേണ്ട ഗ്രെയിൻസ് എല്ലാം മറിച്ച് വിൽക്കുകയാണ്.
ദ ന്യൂ പ്രസിഡന്റ് ഹാസ് ഓൾസോ റിമൂവ്ഡ് ഓൾ ദി സബ്സിഡീസ്, അതായത് ഫാമേഴ്സിന് കൊടുക്കേണ്ട ഇളവുകളെല്ലാം ന്യൂ പ്രസിഡന്റ് എടുത്ത് മാറ്റുകയും ചെയ്യുകയാണ്. ഗ്രെയിൻ പ്രൈസസ് റൈസ്, അങ്ങനെ ഭക്ഷണത്തിൻ്റെ വില കൂടുന്നു. ആൻഡ് പീപ്പിൾ ബിഗിൻ ടു സ്റ്റാർവ്, ആളുകൾ പട്ടിണി കിടക്കുകയാണ്. അതായത് ഒട്ടും ഭക്ഷണമില്ലാത്തൊരവസ്ഥ വരുമ്പോൾ ഇവഞ്ച്വലി വില്യത്തിൻ്റെ ഫാമിലിക്കൊക്കെ ഒരു നേരം മാത്രം ഭക്ഷണം കഴിച്ച് അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്തുകയാണ്. When William's primary school grades are posted, he finds out that he does not qualify for any of the boarding school that he wanted to attend. അങ്ങനെ പ്രൈമറി സ്കൂൾ ഗ്രേഡ് വരുന്നു. അവന് ഒരു കാര്യം തിരിച്ചറിവ് വരികയാണ്. ഹി ഫൗണ്ട് ദാറ്റ് ഹി ഡസ് നോട്ട് ക്വാളിഫൈ ഫോർ എനി ഓഫ് ദ ബോർഡിംഗ്, അവിടുത്തെ ബോർഡിംഗ് സ്കൂളിലേക്കൊന്നും അവൻ ക്വാളിഫൈഡ് അല്ല എന്ന് അവൻ മനസ്സിലാക്കുകയാണ്. ഇൻസ്റ്റെഡ് ഹി ആൻഡ് ഗിൽബർട്ട് വാക്ക് ടു കച്ചോകോലു ടു അറ്റൻഡ് സെക്കൻഡറി സ്കൂൾ ഈച്ച് ഡേ. After a few weeks, the headmaster announces that all students must pay their fees to keep attending. അങ്ങനെ അവൻ പിന്നീട് പോകുന്നത് വാക്ക് ടു കച്ചോകോലു, അതായത് കച്ചോകോലുവിലുള്ള സെക്കൻഡറി സ്കൂളിൽ ദിവസേന പോയി വരുന്നതിൻ്റെ ഒരവസ്ഥ വരികയാണ്. അതായത് അവന് വിചാരിച്ച സ്കൂളിലൊന്നും അവന് പഠിക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനെ കുറച്ച് വീക്സ് കഴിഞ്ഞപ്പോൾ അവിടുത്തെ ഹെഡ് മാസ്റ്റർ അനൗൺസ് ചെയ്യുകയാണ് എല്ലാ സ്റ്റുഡൻസും ഫീ അടയ്ക്കണം എന്നുള്ള കാര്യം. വില്യത്തിൻ്റെ ഫാമിലിയുടെ അവസ്ഥ അറിയാമല്ലോ. വില്യംസ് ഫാമിലി ഈസ് സ്റ്റിൽ ഹാവിങ് ട്രബിൾ ഫൈൻഡിങ് ഇനഫ് ഫുഡ്. ഭക്ഷണത്തിന് പോലും ഗതിയില്ലാത്തൊരവസ്ഥയിൽ അവൻ്റെ പഠിപ്പ് ഫാമിലിക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ല. സോ ഹി മസ്റ്റ് ഡ്രോപ്പ് ഔട്ട് ഓഫ് സ്കൂൾ. അവന് സ്കൂൾ പഠനം നിർത്തേണ്ടി വന്നു. വിത്തൗട്ട് മണി ഫോർ സ്കൂൾ ആൻഡ് ലിറ്റിൽ ടു ഡു ഓൺ ദി ഫാം, വില്യം ഫൈൻഡ്സ് എ ന്യൂ ഹോബി. അങ്ങനെ ഇപ്പോൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. അതായത് സ്കൂളിൽ പോകാൻ പറ്റില്ല ബിക്കോസ് ഹീസ് എ ഡ്രോപ്പ് ഔട്ട്. ആൻഡ് ദ സെക്കൻഡ് തിങ്, ഫാമിലും അവന് പ്രത്യേകിച്ച് ഒന്നും കോൺട്രിബ്യൂട്ട് ചെയ്യാനില്ല. വില്യം ഫൈൻഡ്സ് എ ന്യൂ ഹോബി. അങ്ങനെ അവന് പുതിയൊരു ഹോബി കിട്ടുകയാണ്. ഹി ബോറോസ് സെവറൽ ഫിസിക്സ് ബുക്സ് ഫ്രം ദ ലൈബ്രറി ഇൻ ഹിസ് ഫോമർ പ്രൈമറി സ്കൂൾ ആൻഡ് ബിക്കംസ് ഇൻട്രസ്റ്റഡ് ഇൻ ഇലക്ട്രിക് വിൻഡ്മിൽസ്. അപ്പോൾ അവൻ എന്ത് ചെയ്യാണ്, ഒരുപാട് ഫിസിക്സ് ബുക്കുകളെല്ലാം അതായത് ഫോമർ പ്രൈമറി സ്കൂൾ, മുന്നേ ഉള്ള ആ പ്രൈമറി സ്കൂളിലെ ലൈബ്രറിയിൽ നിന്നും അവൻ ഫിസിക്സ് ബുക്കുകളെല്ലാം എന്ത് ചെയ്യുകയാണ്, ബോറോ ചെയ്യുകയാണ്. പിന്നീട് അവൻ വായിച്ചത് ഈ വിൻഡ് മില്ലുകളെ പറ്റിയാണ്. ഇലക്ട്രിക് വിൻഡ് മിൽ വർക്ക് ചെയ്യുന്നതിനെ പറ്റിയൊക്കെ അവൻ വായിക്കാൻ തുടങ്ങി. ഹി ഡ്രീംസ് ഓഫ് ബിൽഡിംഗ് എ വിൻഡ് മിൽ ദാറ്റ് കുഡ് പവർ ലൈറ്റ്സ് ആൻഡ് വാട്ടർ പമ്പ് ടു ഇറിഗേറ്റ് ദ ഫാമിലി ഫാം. അപ്പോൾ അവനായിട്ട് നേരിട്ടൊന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഈ വിൻഡ് മില്ലിൻ്റെ സാധ്യത അവൻ മനസ്സിൽ കണ്ടു. അപ്പോൾ അതിലൂടെ നമുക്ക് എനർജി ജനറേറ്റ് ചെയ്യാം. അത് പവർ ലൈറ്റ്സ് അതേപോലെ വാട്ടർ പമ്പും ഒക്കെ ഫാമിൻ്റെ പല കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന രീതിയിൽ ആ വിൻമില്ല് ഉപയോഗപ്പെടുത്താം എന്ന് മനസ്സിലാക്കി. അതായത് അതിൽ നിന്ന് എനർജി ജനറേറ്റ് ചെയ്യും, അത് പിന്നീട് അവരുടെ ഇറിഗേഷൻ പോസിബിൾ ആവുന്നു. ഹി തിങ്സ് ഓഫ് ദ ബൈസിക്കിൾ ഡൈനാമോ ആൻഡ് ബിഗിൻസ് ടു ഫോമുലേറ്റ് എ പ്ലാൻ. അവൻ പല രീതിയിലും പ്ലാൻ ചെയ്യുന്നു. എസ്പെഷ്യലി ആ ബൈസിക്കിൾ ഡൈനാമോനെ പറ്റി അവൻ ചിന്തിക്കുന്നു. ഇൻസ്റ്റെഡ് ഓഫ് അറ്റൻഡിങ് സ്കൂൾ ഇൻ കച്ചോകോലോ, വില്യം ഗോസ് ടു ദ സ്ക്രാപ്പ് യാർഡ് നിയർ ദ സ്കൂൾ ടു ഹാർവെസ്റ്റ് പാർട്സ് ഓഫ് ഹിസ് വിൻമിൽ. അങ്ങനെ അവൻ ഈ സ്കൂൾ അറ്റൻഡ് ചെയ്യാതെ അവൻ നേരെ പോകുന്നത് സ്ക്രാപ്പ് യാർഡിലേക്കാണ്. അവിടെ നിന്ന് അതായത് വിൻമില്ലിൻ്റെ അവൻ ആ ഒരു പ്ലാൻ അത് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സ്ക്രാപ്പ് യാർഡിലാണ് പോകുന്നത്. ഗിൽബർട്ട് ആൻഡ് വില്യം സ്റ്റോപ്പ് എ ട്രാവലർ ആൻഡ് ഗിൽബർട്ട് ബൈസ് ദ ഡൈനാമോ ലൈറ്റ് ഫ്രം ദ ട്രാവലർ ബൈക്ക് ഫോർ വില്യം. അങ്ങനെ ഡൈനാമോ ലൈറ്റ്, അതായത് വില്യത്തിന് ഓൾറെഡി ഒരു പ്ലാൻ ഡിവൈസ് ചെയ്തിട്ടുണ്ടല്ലോ, അതിൻ്റെ ഭാഗമായിട്ട് ഒരു ട്രാവലറിൻ്റെ കയ്യിൽ നിന്ന് ഗിൽബർട്ട് എന്ത് ചെയ്യുകയാണ്, ഹി ബൈസ് എ ഡൈനാമോ ലൈറ്റ്. വില്യം ബിറ്റ്സ് എ വർക്കിംഗ് വിൻമിൽ ഫ്രം ഓൾ ദ പീസസ് ദാറ്റ് ഹി ഹാസ് കളക്റ്റഡ്. അപ്പോൾ സ്ക്രാപ്പ് യാർഡ് പോയിട്ട് അവൻ കളക്ട് ചെയ്തിട്ടുള്ള പീസസ് എല്ലാം ഉപയോഗിച്ച് അവനൊരു വർക്കിംഗ് വിൻമിൽ ഡെവലപ്പ് ചെയ്യുകയാണ്. വില്യം, ഗിൽബർട്ട് ആൻഡ് ജെഫ്രി കട്ട് ഡൗൺ സെവറൽ ട്രീസ് ആൻഡ് ബിൽഡ് എ 16 foot tall ടവർ ടു പ്ലേസ് ദ വിൻമിൽ ഓൺ. അപ്പോൾ ഈ വിൻമില്ല് സ്ഥാപിക്കണം എന്നുണ്ടെങ്കിൽ ഒരു ടോൾ ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ വേണം. അതിന് വേണ്ടിയിട്ട് വില്യമും ഗിൽബർട്ടും ജെഫ്രിയും കൂടിയിട്ട് കുറേ മരങ്ങൾ എന്ത് ചെയ്യുന്നു, മുറിക്കുന്നു. As William climbs to the top to attach the windmill, many people gather to watch. Most of the town has assumed that William is crazy. They have watched him collect random parts and tinker with electricity for months. The windmill spins and lights a small bulb that William has attached to it. Everyone is amazed. അപ്പോൾ ഈ വില്യം ഈ ഒരു വിൻമില്ലിനെ ഘടിപ്പിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ മേലെ കയറുന്നതും ഇതൊക്കെ എല്ലാം കാണുമ്പോൾ അവിടുത്തെ ടൗൺ പീപ്പിൾ ദേ തിങ്ക് ദാറ്റ് വില്യം ഇസ് മാഡ്. വില്യത്തിന് എന്തോ പറ്റിയിട്ടുണ്ടെന്നാണ് അവർ ചിന്തിക്കുന്നത്. അവൻ ഇതൊക്കെ കളക്ട് ചെയ്യുന്നത്, അതായത് ഈ ടിങ്കർ കളക്ട് ചെയ്യുന്നതും അതേപോലെ ഈ ഇത് ഡിവൈസ് ചെയ്യുന്നതൊക്കെ നാട്ടുകാർ കാണുന്നുണ്ട്. അത് അവർക്ക് പക്ഷെ എന്തിനാണെന്നുള്ളത് മനസ്സിലായിട്ടില്ല. ഫൈനലി വിൻമിൽ സ്പിൻ ചെയ്തപ്പോൾ ആ സ്മോൾ ബൾബ് അത് കത്താൻ തുടങ്ങി. അതിൽ നിന്ന് ആളുകൾക്ക് ഒരുപാട് ദേ ബിക്കേം അമേസ്ഡ്. അത് കണ്ടപ്പോൾ ഇതെങ്ങനെയാണ് ഇതിങ്ങനെ കറങ്ങുമ്പോൾ ഇതിങ്ങനെ കത്തുന്നത് എന്നുള്ളത് വളരെ ക്യൂരിയോസിറ്റിയോട് കൂടി അവർ നോക്കിക്കണ്ടു. William gains renown across the region and is eventually recognized by the head of the Malawi teacher training activity, Dr.
മെഗാസിമി. അതായത് ഇവിടെ വില്യത്തിന് ഈ ഒരു പേരിൽ വളരെ പ്രശസ്തി കിട്ടുകയാണ്. അവനെ അവിടുത്തെ ട്രെയിനിങ് ടീച്ചർ അല്ലെങ്കിൽ ടീച്ചർ ട്രെയിനിങ് ആക്ടിവിറ്റി ഡോക്ടർ മെഗാസിം ഐഡൻറ്റിഫൈ ചെയ്യുകയാണ്. As Dr. McCasim arranges for William to be interviewed by newspapers and radio station, the story spreads. William is eventually invited to attend a TED conference in Arusha, Tanzania. അങ്ങനെ വില്യം കുറച്ച് ഫേമസ് ആവുകയാണ്. ഫൈനലി അവന് ഇൻ്റർവ്യൂ കൊടുക്കേണ്ടി വന്നു ഇങ്ങനത്തെ ഒരു കണ്ടുപിടുത്തത്തിന്. അതേപോലെ തന്നെ ടെഡ് കോൺഫറൻസിൽ അവൻ പങ്കെടുക്കാൻ അവന് അവസരം കിട്ടുന്നു. ദ ഓഡിയൻസ് ഇസ് അമേസ്ഡ് ബൈ വില്യംസ് ഷോർട്ട് പ്രസൻറ്റേഷൻ. അങ്ങനെ അവൻ്റെ ഒരു ചെറിയ പ്രസൻറ്റേഷൻ, അവൻ്റെ ഐഡിയ മറ്റുള്ളവരുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്തത് ആളുകൾക്ക് ഒരുപാട് ഇംപ്രസ്ഡ് ആയി. സെവറൽ ഇൻഡിവിജ്വൽസ് ഹെൽപ്പ് വില്യം റേസ് ഫണ്ട്സ് ടു അറ്റൻഡ് an expensive secondary school and properly wire his home for electricity. William is able to build a large windmill that can power a water pump from a deep well. അങ്ങനെ ഫൈനലി ഇവൻ്റെ ആ ഒരു പ്രസൻറ്റേഷൻ എല്ലാവരും അമേസ്ഡ് ആവുന്നു. അവൻ്റെ ഫാമിലിക്ക് വേണ്ട സപ്പോർട്ട് കിട്ടുന്നു. അവന് സ്കൂൾ അറ്റൻഡ് ചെയ്യാനുള്ള ചാൻസ്, അതായത് ആളുകൾ അവനെ ഹെൽപ്പ് ചെയ്യുന്നു. അവൻ അവിടെ ഒരു വലിയൊരു ലാർജ് വിൻമില്ല് സ്ഥാപിക്കുന്നു. William then travels to America, where he gets to see the large windmills in Southern California that originally inspired him. He is recognized by many more organizations and gains entrance into the African Leadership Academy in Johannesburg, South Africa. There he is surrounded by other young Africans who have overcome many struggles and worked toward building a better future for Africa. അപ്പോൾ ആഫ്രിക്കൻ കോണ്ടിനെൻറ്റിലെ പല രാജ്യങ്ങളിൽ നമുക്കറിയാം അവിടുത്തെ അവസ്ഥ എങ്ങനെയാണെന്നുള്ളത്. ഇപ്പോൾ വാട്ടർ ഇല്ല, ഇതേപോലെ ഇലക്ട്രിസിറ്റി ഇല്ലാത്ത ബേസിക് നീഡ്സ് മാത്രം കഴിഞ്ഞു പോകുന്ന ഒട്ടേറെ അതുപോലും ഇല്ലാത്ത ഒരുപാട് ഏരിയാസ് ഉണ്ട്. അപ്പോൾ വില്യത്തിന് ഫൈനലി അമേരിക്കയിലേക്ക് ട്രാവൽ ചെയ്യാനുള്ളൊരു അവസരം കിട്ടുന്നു. അവിടെ അവൻ ലാർജ് വിൻമിൽസ് നേരിട്ട് കാണുന്നു. അത് അവനെ ഒരുപാട് ഇൻസ്പയർ ചെയ്യുന്നു. ഒട്ടേറെ സംഘടനകൾ അവനെ റെക്കഗ്നൈസ് ചെയ്യുന്നു. അങ്ങനെ ഫൈനലി ആഫ്രിക്കൻ ലീഡർഷിപ്പ് അക്കാഡമി, അതായത് ജോഹനസ്ബർഗ്, സൗത്ത് ആഫ്രിക്കയിലുള്ള ജോഹനസ്ബർഗിലുള്ള ആഫ്രിക്കൻ ലീഡർഷിപ്പ് അക്കാഡമി അവൻ ജോയിൻ ചെയ്യുന്നു. അവിടെ ഒരുപാട് യങ് ആഫ്രിക്കൻസിനെ കാണുന്നു. ഇവൻ്റെ അതേപോലെ തന്നെ ഒരുപാട് സ്ട്രഗിൾസ് ഓവർകം ചെയ്ത് നല്ലൊരു ആഫ്രിക്കയ്ക്ക് വേണ്ടി വർക്ക് ചെയ്ത ഒരുപാട് പേരെ കാണാൻ അവന് സാധിക്കുന്നതാണ് ഈ സിനിമയുടെ പോസിറ്റീവ് എൻഡിങ്.